ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കണ്ടീഷനിൽ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ പറ്റിയൊരു കണ്ടീഷനിലൊന്നുമല്ല. അതുകൊണ്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ ഓഫ് റിവീലിംഗ് മൈ സ്കിൻ കെയർ റുട്ടീൻ. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു ലാസ്റ്റ് 5 months ആയിട്ട് ഞാനൊരു സെയിം ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ലവ് ദ ബ്രാൻഡ്. പേഴ്സണലി എനിക്ക് ആ ബ്രാൻഡ് ഭയങ്കരമായിട്ട് സൂട്ടാവുകയും ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. ആ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇല്ലാണ്ട് എനിക്ക് എവിടേക്ക് ട്രാവൽ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. എവിടെ പോകണമെങ്കിലും ഞാനത് കീപ്പ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നെസസറി ഐറ്റംസ് കീപ്പ് ചെയ്യാണ്ട് ഞാൻ പോകാറില്ല. ബിക്കോസ് ഐ ലവ് ഇറ്റ്. അപ്പം എല്ലാവർക്കും അറിയാം സ്കിന്ന് കെയർ ചെയ്യണമെന്നും അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ദ സൂട്ടബിൾ ബ്രാൻഡ് ഓർ സൂട്ടബിൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഫോർ യു. അപ്പം അത് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ടൈം എടുക്കും ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്ട്സും ടെസ്റ്റ് ചെയ്ത് അത് വേറൊരാൾ പറഞ്ഞു കേട്ട് അത് പരീക്ഷിച്ച് നോക്കി അത് സ്വന്തം എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെയാണ് എല്ലാവരും ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഉപയോഗിച്ചായിരുന്നു സെറ്റഫിൽ ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനമായിരുന്നു സെറ്റഫിൽ. പക്ഷേ എനിക്കത് പേഴ്സണലി സൂട്ടായില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണല്ലോ. അപ്പോൾ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവർക്കും പറ്റുന്ന സാധനങ്ങളോ എല്ലാവർക്കും സൂട്ടാവുന്ന സാധനങ്ങളോ മേ ബി നിങ്ങൾക്ക് സൂട്ടായിക്കോളണം എന്നില്ല. ആരില്ലെങ്കിലും ഒരാൾക്ക് എൻ്റെ പോലത്തെ സ്കിന്നോ ആ ടൈപ്പോ ഉണ്ടെങ്കിൽ മേ ബി അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് മൈ ഓർ റിവീലിംഗ് മൈ സ്കിൻ കെയർ റുട്ടീൻ. ആൻഡ് ഞാനത് റേറ്റ് ചെയ്ത് തരാം. ഓരോ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തത് ഞാൻ റേറ്റ് ചെയ്ത് തരാം. ഈ വ്ളോഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് ഒരുപാട് മേക്കപ്പ് ക്ലാസ്സസിൻ്റെ മോഡലിങ്ങിനൊക്കെ പോയി അങ്ങനെ ചെയ്തപ്പോൾ ബേസിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അത്ര ഡാമേജ് ആയ സ്കിന്നിൽ നിന്ന് എന്നെ റിക്കവർ ചെയ്ത് എൻ്റെ സ്കിന്ന് പുറത്ത് കൊണ്ടുവന്നത് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡാണ്. സോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. പക്ഷേ ഐ ലവ് ദിസ് ബ്രാൻഡ്. ആൻഡ് ഏതെങ്കിലും ഗേളീസിന് ഇത് ഉപയോഗപ്പെടുകയാണെങ്കിൽ ഐ വുഡ് ബി ഹാപ്പി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ എൻ്റെ സ്കിൻ എന്താണെന്നുള്ളതും എന്ത് ടൈപ്പാണെന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇൻ കേസ് അതുമായി സിമിലർ ആയിട്ടുള്ളൊരു സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം ഇഫ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി ഓയിലിയാണ് എൻ്റെ സ്കിന്ന്. ഭയങ്കര സെൻസിറ്റീവാണ്, എക്സ്ട്രീംലി ഓയിലിയാണ്. എനിക്ക് എന്തെങ്കിലും ഓയിലി ഫുഡ് കഴിച്ചാൽ പോലും അത് സ്കിന്നിൽ എഫക്റ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെത്. നന്നായിട്ട് കെയർ ചെയ്യാണ്ട് എനിക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല. ഡസ്റ്റിന് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അതും എൻ്റെ ഫേസിനെ എഫക്റ്റ് ചെയ്യും. അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഫേസാണ്. പിന്നെ പല വീഡിയോസിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഹൈലൈറ്റർ ആണോ ഈ തിളങ്ങുന്നതല്ല, ഓയിലാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസിലുള്ള എക്സ്ട്രീം ഓയിൽ പ്രൊഡക്ഷനാണ് ആ മുഖത്ത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിനകത്ത് ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കാരണം ഞാൻ കുറച്ച് സഫർ ചെയ്തെങ്കിലും നൗ ഐ ആം ഫീലിംഗ് വെരി ഹാപ്പി. കാരണം എൻ്റെ ഫേസ് ക്ലിയർ ആക്കി എടുത്തതിൽ ഈ പ്രൊഡക്ട്സിന് വളരെ ഒരു റോളുണ്ട്. പിന്നെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്നു മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയോ അതിപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഒരു വേറൊരു ഇച്ചിങ്ങോ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഇതുപോലെയുള്ള എൻ്റെ പോലത്തെ ടൈപ്പുള്ള സ്കിന്നുകളാണ് ആളുകളാണെങ്കിൽ ദിസ് വുഡ് ബി യൂസ്ഫുൾ ഫോർ യു. അപ്പം ഞാൻ ഓരോ പ്രൊഡക്ട്സായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറേയൊക്കെ പ്രൊഡക്ട്സ് തീർന്നു പോയപ്പോൾ ഞാനിപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെയാണ് ആ പ്രൊഡക്ട്സ് എന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് ഓക്കെ ദിസ് വൺ. ഐ ആം ഷുവർ ദാറ്റ് ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ വായിച്ചു തരാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഫോക്സ് ആണ്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്ര ഇഷ്ടമാവാണ്ട് ഞാൻ ഒന്നിനെ പറ്റി ഇങ്ങനെ പൊക്കി പറയില്ല. അപ്പം ഇത് അതിൻ്റെ ഓയിൽ ആൻഡ് ആക്നെ കൺട്രോൾ ഫേസ് വാഷ് ആണ്. ആൻഡ് ദിസ് ഈസ്
റിയലി 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 ഗുഡ്. അത്രയും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയൊരു ഫേസ് വാഷാണ്. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2% ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്, നിയസനമൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം നിയസനമൈഡ് കണ്ടതിനെ കൊണ്ടാണ് ഞാൻ എടുത്തത് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, ഈ ഫേസ് വാഷ് സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഔട്ട് ഓഫ് 10 ആണ് ഞാൻ ഓരോ പ്രൊഡക്റ്റിനെയും ഞാൻ റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഔട്ട് ഓഫ് 10 ഞാൻ ഈ ഫേസ് വാഷിന് ഐ വുഡ് ഡെഫിനറ്റ്ലി ഗിവ് 8.5 ഔട്ട് ഓഫ് 10. 8.5 ഔട്ട് ഓഫ് 10. ഫസ്റ്റ് വൺ ഇതായിരുന്നു ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ഇത് രണ്ടാമത്തത് ഇപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തു കാരണം ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് 100 ml പാക്കേജാണ് ആൻഡ് ഐ ലവ് ദിസ്. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റിങ്ങും പറഞ്ഞു തരാം. ഓക്കെ, ഇതിന് 249 മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഫോക്സ്ടെയിൽ ബ്രാൻഡിൻ്റെ കൂടെ. മൈ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് ഈസ് ദ ടോണർ, ഫോക്സ്ടെയിലിൻ്റെ ടോണർ. ഇത് മൾട്ടി വൈറ്റമിൻ ഗ്ലോ ടോണർ ആണ് കേട്ടോ. ഇതിന് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. അതായത് എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ടോണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ മോർണിംഗ് ആയിട്ട് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ടോണറായിട്ടും, ഇനി നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടാർജറ്റ് എന്താണെന്ന് അറിയോ? അതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടാർജറ്റ്, ദാറ്റ് ഇസ് ഡൾ സ്കിൻ, അതുപോലെ ഡിഹൈഡ്രേഷൻ. നമ്മളെ സ്കിന്നിൽ ഡിഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് സ്കിന്നിൽ അത് വിസിബിൾ ആവും. അപ്പോൾ ഈ ടോണർ കൊണ്ട് നമുക്കത് ഒരുപാട് അതിനെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗെയിൻ ഐ ഹാവ് ടു, എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഒറ്റൊന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ആണെങ്കിൽ ഐ വുഡ് റേറ്റ് 9.5 ഔട്ട് ഓഫ് 10. 9.5. കാരണം എനിക്ക് അത്രയ്ക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ സ്കിന്നിനെ റിക്കവർ ആക്കാൻ വേണ്ടി. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ടോണേഴ്സ് യൂസ് ചെയ്താലാണ് നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോറുകൾ ക്ലോസ് ആവുള്ളൂ. ഓപ്പൺ പോർ ക്ലോസ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും അവിടെ കിടന്ന സ്കിന്നിന് ഇറിറ്റേഷൻ ആവുകയുള്ളൂ. സോ ടോണർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഗേൾസ് ഓർ ബോയ്സ്. സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും ഇറ്റ് വോണ്ട്. 395 ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ മേടിക്കാറുള്ളത് 150 ml. ഇത് മൾട്ടി വൈറ്റമിൻ ഗ്ലോ ടോണർ ആൻഡ് ആസ് വെൽ ആസ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ടു ബി ഓണസ്റ്റ്, ഞാൻ വെറുതെ പൊക്കുന്നതല്ല, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഇനി എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ദ മോയ്സ്ചറൈസർ, ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസർ. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം ഫോക്സ്ടെയിലിലേന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് മോയ്സ്ചറൈസർ. ഇറ്റ്സ് റിയലി ഗുഡ്. കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ഗ്ലൂ മോയ്സ്ചറൈസറൊക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും വൈറ്റമിൻ സിയും നൈസനമൈഡൊക്കെയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് 50 ml കേട്ടോ. റേറ്റ് 445 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഐ ഹാവ് 2 ആൻഡ് ഐ വിൽ റേറ്റ് ദിസ് മോയ്സ്ചറൈസർ 10 ഔട്ട് ഓഫ് 10. ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറാണ് ആൻഡ് നിങ്ങളുടെ ബോഡിയിൽ അത് ഒരു ഗ്ലേസിങ്ങും കൂടെ നമ്മളെ സ്കിന്നിന് കൊടുക്കും ഈ മോയ്സ്ചറൈസർ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഫോക്സ്ടെയിൽസ് ക്ലെൻസർ. ഇത് ഇഷ്ടം തോന്നിയിട്ടില്ല. എന്തായാലും യൂസ്ഫുൾ ഒക്കെയാണ്, പക്ഷെ എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നണ്ടേ, ആ ഒരു ഇഷ്ടം എനിക്ക് ഇതിനോട് തോന്നിയിട്ടില്ല. മേ ബി അത് എപ്പോഴും യൂസ് ചെയ്യാത്തതിനെ കൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉള്ള ഒരു എന്താ ക്ലെൻസറാണ്. സ്റ്റിൽ ഐ വുഡ് റേറ്റ് ദിസ് ആസ് 6.5 ഔട്ട് ഓഫ് 10. 10 ഒരു 6.5 ഒക്കെ ഞാനത് കൊടുക്കുള്ളൂ. കാരണം ഇഷ്ടമില്ല, ഇഷ്ടമായി, ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കളർ പറയില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സി ദിസ് ഇസ് ദ ബോട്ടിൽ. ഇതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെ ഉള്ള ഇതിൻ്റെ ബോട്ടിൽസിനെ കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും. സോ സി ഇതിൻ്റെ റേറ്റ് വന്നത് 349. ഇതും 349 ആയുള്ളൂ. ബ്രസീലിയൻ പർപ്പിൾ ക്ലേ വെച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത്. ഓക്കെ, ദിസ് സ്കിൻ റേഡിയൻസ് മാസ്ക് ആണിത്. എനിക്ക് വലിയ ഇഷ്ടമില്ല. ഇതും കുഴപ്പമില്ല, ക്ലീൻ ആക്കും, ഓക്കെ ക്ലീനൊക്കെ ആക്കും, പക്ഷെ എനിക്കിതോ അങ്ങനെ വലിയൊരു എഫക്റ്റ് തോന്നിയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ്. ഇങ്ങനെ പർപ്പിൾ കളറിൽ കാണുന്ന അടിച്ചിരിക്കുന്ന സാധനം അതിതാണ്. ഇതിൻ്റെ ബോട്ടിലൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ക്യൂട്ടൊക്കെ, പക്ഷേ ഇതിന് വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ. ഔട്ട് ഓഫ്
10, I will only give 6, maybe 6 only. എനിക്ക് 5 എന്തെങ്കിലും ഒരു 45 കണക്ക് വെക്കുന്നു, ഐ ഡോണ്ട് നോ, ബട്ട് ദിസ് ഇസ് 545. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സാധനമാണ് ഇതിൻ്റെ സിറം. 2 സിറം ഉണ്ട്. ഓക്കെ, 2 തമ്മിൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നയസിനമൈഡ് ക്ലാരിഫയിങ് സിറമാണ്. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചത്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ ഒരു സിറമാണ്. സിറത്തിന് കുറച്ച് റേറ്റ് ഉണ്ട്, ഐ തിങ്ക് 600, യെസ് 645. സി ബോട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല, പക്ഷേ റിയലി ഇത് അത്രയ്ക്ക് നല്ല ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഐ ലവ് ദിസ്. വേറൊരു സിറം കൂടെയുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. 2 ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഉപയോഗിച്ചത് 30 ml ഒരു കുഞ്ഞു ബോട്ടിൽ. ഈ 2 സിറമാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തതായിരുന്നു. ആൻഡ് 2 തമ്മിൽ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത് തന്നെയായിരിക്കും ഇഷ്ടം. നല്ല റേറ്റിംഗ് കൊടുക്കും, കാരണം 2 അടിപൊളിയാണ്. ഐ വിൽ ഗിവ് 9.5 ഔട്ട് ഓഫ് 10 ഫോർ ദിസ് ആൻഡ് ഐ വിൽ ഗിവ് 9 ഫോർ ദിസ്. 2 തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു 10% ഗ്ലൂട്ടാത്തയോൺ കൂടെ ഇൻഫ്യൂസ്ഡ് ആണ് കുറച്ചുകൂടെ. പിന്നെ ഇത് വൈറ്റമിൻ സി അഡ്വാൻസ്ഡ് സിറമാണ്. ആൻഡ് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് നയസിനമൈഡ് ക്ലാരിഫയിങ് സിറമാണ്. കുറച്ചുകൂടെ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സെയിം റേറ്റ് ആട്ടോ, 645. ഞങ്ങൾക്ക് ഇത് കളിയേ നെക്സ്റ്റ് എടുക്കാം. ഇത് ക്യൂട്ടായിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരുത്. അത് റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ആണ് കേട്ടോ. അതായത് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ആണത്. എനിക്ക് എന്താ പറയുക, എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നത്. ഇത് 30 ml ഉള്ളൂ, പക്ഷേ ഐ ലവ് ദിസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. സി എന്ത് രസമാണ്. ഇത് അടിപൊളിയാട്ടോ. ദിസ് ഈസ് റിയലി ഗുഡ്. സ്പോട്ട്സ് ഉണ്ടായിരുന്നില്ല, മാർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. യു ക്യാൻ സി ഭയങ്കര മാർക്കുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് പോകാൻ നല്ല ടൈം എടുക്കുമായിരുന്നു. പക്ഷേ ഈ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഫേസിൽ അങ്ങനെ മാർക്സുകളൊന്നും നിൽക്കാറില്ല. ഇപ്പം എന്നെ നേരിട്ട് കാണുന്നവർക്കും അറിയാം എൻ്റെ ഫേസിൽ അങ്ങനെ മാർക്സുകളൊന്നുമില്ല. സ്കിൻ കെയർ പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് അതിപ്പോൾ മേ ബി ഏത് പ്രൊഡക്ട്സ് ആയിരിക്കാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഇന്ന ബ്രാൻഡൊന്നും ആ ബ്രാൻഡൊന്നും ഒന്നുമില്ല. നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ അതിൻ്റെ റിസൾട്ട്. അതാണ് ഓരോ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഓരോരോ സ്കിൻ ടൈപ്പിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഡിഫറൻസ്. എന്തൊക്കെയാണ് പറയുന്നത്? ഓക്കെ, ഒരു മിൽക്കി ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന്. ഡ്രോപ്സ് ഒരു മിൽക്കി ടെക്സ്ചറാണ് ഇതിന്. എല്ലാ പ്രൊഡക്ട്സിനും ഒരു സ്മെല്ല് സിമിലറാണ്, പക്ഷെ ഇതിനൊരു ക്യൂട്ട് സ്മെല്ലാണ്. നിങ്ങൾ കൂടുതൽ സ്മെല്ല് ഇതിൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്താലും ഇതിനങ്ങനെ വലിയൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഇതിന് 595 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 595. ഇത്രയും പ്രോഡക്ട്സ് കണ്ടതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഓണസ്റ്റ് റിവ്യൂ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഡ്രോപ്സിന് 9 എന്തായാലും ഞാൻ റേറ്റിംഗ് കൊടുക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സ്കിന്നിന് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു പിമ്പിൾ വന്നാൽ പോലും വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആളുകൾ എനിക്കറിയാം. നന്നായിട്ട് ടെൻഷൻ അടിക്കും. ഞാനും അങ്ങനത്തെ ഒരു കൂടുതൽ ബെറ്റർ ആളായിരുന്നു. ഫേസിൽ എന്തെങ്കിലും ഒരു പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അതായിട്ട് അഡാപ്റ്റായി. പിന്നെ അങ്ങനെ പെട്ടെന്ന് പോകും എന്നുള്ളൊരു ഐഡിയ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ വെറീഡ് ആവാറൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും കാര്യമല്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും ഇത് കേട്ടിട്ടുണ്ടാവും. ഞാനും കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലാണ്ട് പറഞ്ഞിട്ടാണെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി ഞാനത് ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കതിൻ്റെ നല്ല ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രോഡക്ട്സ്, ഇപ്പോൾ ഫോക്സ്റ്റൈലിൻ്റെ വലിയൊരു നിര തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. വലിയ പ്രോഡക്ട്സിലാണ് ഞാൻ കാണിച്ചത്. പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വെള്ളം കുടിക്കണം. പുറത്തത് കാണുന്നുണ്ടെങ്കിൽ ഉള്ളിലും നമ്മൾ അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം സ്റ്റേ ഹൈഡ്രേറ്റഡ്, ലവ് യുവർ സ്കിൻ. ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് അതിനെ പറ്റിയ പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൂടെ കണ്ണിൽ കണ്ടതൊക്കെ എടുത്ത് ഉപയോഗിക്കാണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണോ സൂട്ടബിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ ബാക്കി പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങി അതും കൂടെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ സ്കിൻ കെയറിന് താല്പര്യമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ
ദേ യു ഗോ, നോ പ്രോബ്ലം. അങ്ങനെയുള്ള ആളുകളുണ്ട്, വി നോ ദാറ്റ്. പക്ഷേ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. സ്വന്തം സ്കിന്നിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വരെ തെറ്റുണ്ടോ? ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്. അതായത് ഞങ്ങൾക്ക് നാച്ചുറൽ മതി, ശരി, നാച്ചുറലി കൊണ്ടുവരുന്നു, ഇത് നാച്ചുറലായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വെച്ചത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നും കൂടി മാറുമോ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് മാറ്റമല്ല ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ഇത് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും സ്കിന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.